ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമ്മൾ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് പെട്ടെന്ന് വൈറ്റനിങ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പിക്കൽ മാത്രമല്ല, നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആൻഡ് ടൈറ്റ്, അതേപോലെ തന്നെ നല്ല രീതിക്ക് ഒന്ന് ഡാമേജ് ആയിട്ടുള്ള സ്കിന്നിനൊക്കെ ഒന്ന് റിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവരിക. അതാണ് ഇന്നത്തെ നമ്മുടെ പാക്കല്ല, ഒരു ക്രീമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അലോവേരയുടെ ജെല്ല് വേണം, പിന്നെ വെജിറ്റബിൾ ഗ്ലിസറിൻ വേണം. ഉണ്ടോ, നമ്മുടെ പഴയ കുപ്പിയൊക്കെ കഴിഞ്ഞ് പുതിയത് പൊട്ടിക്കുന്ന ഉദ്ഘാടനമാണ്. അപ്പോൾ ഇത് വേണം നമുക്ക്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആൽമണ്ട് ഓയിൽ, സ്വീറ്റ് ആൽമണ്ട് ഓയിൽ കേട്ടോ. വെറും ആൽമണ്ട് ഓയിലല്ല, സ്വീറ്റ് ആൽമണ്ട് ഓയിൽ. ഇതാണ് നമ്മുടെ മുഖത്തിന് നമുക്ക് വേണ്ട ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ ആൽമണ്ട് ഓയിൽ മേടിക്കുമ്പോൾ ഹെയർ ഓയിൽ ഉണ്ട്, മുഖത്തേക്ക് തേക്കണ ഇതുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്, പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇയുടെ ഒരു ഗുളിക കേട്ടോ. ഇത് നമ്മുടെ മുഖത്തിന് ഏറ്റവും നല്ലതാണെന്നുള്ളത് അറിയാം. പക്ഷേ നമുക്ക് നമ്മുടെ സ്കിന്ന് പ്രായം ചെല്ലും തോറും നമ്മുടെ സ്കിന്ന് ഡാമേജായി പോയിക്കൊണ്ടിരിക്കും. അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. അപ്പം നമുക്ക് ഇതിനൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം. അപ്പം നമുക്ക് നൈറ്റാണ് ഈ ക്രീം തേച്ച് ഇടേണ്ടത്. അപ്പം നമുക്ക് നേരെ വെളുക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും. ചിലവരുടെ സ്കിന്നിന് നമുക്ക് ഇത് നമ്മൾ പെട്ടെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. നമ്മുടെ സ്കിന്ന് ഡാമേജ് ആയി പോയിന്ന് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. ചിലപ്പോൾ നമ്മൾ ചില ചുളിവുകൾ, കണ്ണിൻ്റെ ഭാഗത്തുള്ള ചുളിവുകൾ, നെറ്റിൻ്റെ അവിടെ ചുളിവുകൾ, പിന്നെ നമ്മുടെ സ്കിന്ന് ഓട്ടോമാറ്റിക്ക് നമുക്ക് മാറ്റങ്ങൾ വരുന്നത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മളെ ഫസ്റ്റ് നമുക്ക് ഇത്തിരി പ്രായമായെന്ന് തോന്നുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ തലയിൽ വെള്ളി രോമങ്ങൾ ഓരോന്നോരോന്ന് വരുമല്ലോ. അതാണ് വെളുത്ത ആ ഒരു മുടി വരുമ്പോഴാണ് നമുക്ക് തന്നെ ടെൻഷനായി. ഒരെണ്ണം വന്നാൽ മതി കേട്ടോ, നമുക്ക് ടെൻഷൻ അടിച്ച് ചാവാനായിട്ട്. എൻ്റെ മുടിയിൽ ഇതുവരെ എനിക്കൊരു മുടി പോലും നരച്ചിട്ടില്ല കേട്ടോ. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയാനേ പറ്റുള്ളൂ. പിന്നെ നമ്മളിവിടെ പാക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നര വരാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വൈറ്റമിൻ സി ഉള്ളത് കൊണ്ടാണ് നമ്മൾ വൈറ്റമിൻ സി ഇതിൽ ചേർക്കാതിരുന്നത്. അതുകൊണ്ട് നമ്മൾ വൈറ്റമിൻ ഇയുടെ ഒരു ഗുളിക നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് എന്തുകൊണ്ട് ഇങ്ങനെ മുടി അയച്ചിട്ടെന്നറിയും, ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നേ. ഷോർട്ട് വീഡിയോയിൽ അഴകാന കൂന്തൽ എന്ന് പറഞ്ഞ ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെ ആദ്യം അറിയണ എൻ്റെ കൂട്ടുകാർക്ക് അറിയാം എൻ്റെ തല മുട്ടത്തലയായിരുന്നു എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടത്തല എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേക്ക് കുറച്ച് മുടികളുണ്ട്, ഉള്ളിലോട്ട് ഒന്നുമില്ല എന്നുള്ളൊരു കാര്യം അറിയാമായിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ വിട്ട് ഇപ്പം നമുക്ക് ഇങ്ങനെ ഇടാനുള്ള രീതിയിലേക്ക് എനിക്ക് ദൈവം എത്തിച്ച് തന്നിട്ടുണ്ട്. നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനത് എങ്ങനെയൊക്കെ വരണമെന്നുള്ളത് ഞാനിവിടെ പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു പണിയാണ് ഇവിടെ ഇങ്ങനെ വെട്ടിയിടൽ. ചുമ്മാ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ വെട്ടിയിട്ടതാണ് കേട്ടോ. അത് വെച്ചിട്ടാണ്. അപ്പം അഴകാന കൂന്തൽ എന്ന് പറയുമ്പോൾ പുറ്റു വരെയുള്ള മുടിയാണെന്നൊന്നും വിചാരിക്കണ്ട. എനിക്കിത് അഴകാന കൂന്തൽ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തതിൽ നിന്ന് നമുക്ക് ഇത്രയ്ക്കായത് അപ്പം നമുക്ക് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പം നമുക്കിത് ചെയ്യാന്നുള്ളത് നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ വെജിറ്റബിളിനെ ഒന്ന് ഇങ്ങനെയൊന്ന്, മറ്റേതൊക്കെ ഇങ്ങനെ 2 തട്ട് കെട്ടിയൊക്കെ പൊട്ടാറുണ്ട്. ഇത് പൊട്ടണില്ല, ഞാൻ ഒന്ന് പൊട്ടിച്ചിട്ട് വരാം. അപ്പം ആദ്യം നമുക്ക് അലോവേരയുടെ ജെല്ലെടുക്കാം കേട്ടോ. ഇതൊക്കെ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു 3 ടീസ്പൂൺ വേണം. അപ്പോൾ നമുക്ക് അളന്നിട്ട് തന്നെ എടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ടീസ്പൂൺ അലോവേരയ്ക്ക് 1 ടീസ്പൂൺ ഗ്ലിസറിൻ, അങ്ങനെയാണ് ഒരു കണക്ക്. അല്ലാതെ നമ്മൾ തോന്നിയ പോലെ നമ്മളൊന്നും വാരി വലിച്ച് ആക്കാൻ പാടില്ല കേട്ടോ. ഗ്ലിസറിൻ നമുക്ക് ഒരിക്കലും നേരിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഒന്നുമില്ലെങ്കിൽ റോസ് വാട്ടറിൽ, ഇല്ലെങ്കിൽ നമ്മുടെ സാധാ പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളെപ്പോഴും നമ്മുടെ മുഖത്ത് തേക്കാനായിട്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്ലിസറിൻ നല്ല നിറം വയ്ക്കുന്ന ഒരു ഐറ്റമാണ്. പക്ഷെ അത് നമ്മൾ ചെയ്യുമ്പോൾ
നമ്മൾ ഈ രീതിക്ക് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട് കേട്ടോ. ഈ ഒരു ഇങ്ങനത്തെ ഒരു ഐറ്റംസ് മേടിച്ച് കഴിഞ്ഞാണ്ടല്ലോ കുറച്ച് കഴിഞ്ഞാൽ പണിയെ മുടക്കും. കണ്ട അവർ ആക്ഷനാ പോയി കിട്ടും. അപ്പം നമ്മളിത് കട്ട് ചെയ്യേണ്ട ഒരു ഗതികേടാണ്. അപ്പം ഞാൻ ഇപ്രാവശ്യം ഓർഡർ ചെയ്തപ്പോൾ മറ്റേ വട്ടച്ചെപ്പ് പോലെയുള്ളത് മേടിച്ച്. അപ്പം നമ്മളൊരു 3 ടീസ്പൂൺ ഇതിലിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഗ്ലിസറിൻ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ അലോവേരയുടെ ജെല്ല് ജസ്റ്റ് വെറുതെ കാലുമ തേച്ച് കൊടുത്താലും വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ ഈ ഡ്രൈ ആയിട്ട് പോണതൊക്കെ ഒന്ന് കുറഞ്ഞ് നല്ലൊരു ആ ചുളിവുകളൊക്കെ മാറാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളിതാ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുകയാണ്. അത് നമ്മൾ അലോവേരയുടെ ജെല്ല് 3 ആണെങ്കിൽ ഇത് 1 ടീസ്പൂൺ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബദാം ഓയിലും കൂടി ഇത് ഒരു അര മതി കേട്ടോ. ബദാം ഓയിലിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കിയോളൂ കേട്ടോ. വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് വൈറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സ്യൂളാണ് കേട്ടോ പൊട്ടിച്ചൊഴിക്കുന്നത്. നമുക്കിത് മെഡിക്കൽ ഷോപ്പിൽ മേടിക്കാൻ കിട്ടും, ഇല്ലെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. ഇനി ഇത് 4 കൂടിയിട്ട് നമുക്ക് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. അപ്പോൾ അലോവേരയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. ആൽമണ്ട് ഓയിലിൻ്റെ ഗുണങ്ങൾ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒന്ന് പോയി നോക്കുക, അല്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ഗ്ലിസറിനെ പറ്റിയിട്ടും നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഗ്ലിസറിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് തേച്ച് കിടക്കാം. വേറൊരു ക്രീമും തേക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ഇതാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിൻ്റെ ആ ഡാമേജ് വരുന്നതൊക്കെ കംപ്ലീറ്റ് മാറി കിട്ടും. നിങ്ങൾക്ക് ഒരു 2 ദിവസം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് ഓട്ടോമാറ്റിക്കലി നല്ല സ്മൂത്തായിട്ട് വരുന്നത് കാണാൻ പറ്റും. കുറച്ച് കാലം അടുപ്പിച്ചങ്ങോട്ട് ചെയ്ത് കാണുക, ഒന്ന് നിർത്തി പോരുത്. ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ ചെപ്പിലാക്കി വരുന്ന വൈറ്റനിങ് ക്രീം എന്ന് പറയുന്ന ഐറ്റംസുകളൊക്കെ. നമുക്ക് ഇതൊക്കെ ഒരു ചെറിയൊരു ചെപ്പിനൊക്കെ എത്രയാണെന്നറിയോ വില? ഞാൻ എത്രയോ കൊല്ലങ്ങൾക്ക് ഉപ്പാടൊക്കെ ഈ അടുത്തൊന്നല്ല കേട്ടോ. എൻ്റെ ഫ്രണ്ട് പാർലർ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളവിടെ സെയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഒരു ചെറിയ ചെപ്പിന് 300 രൂപയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് അന്നറിയില്ലായിരുന്നു, ഇന്നറിയാം. അപ്പം ഇപ്പം നമ്മൾക്ക് ഒന്നും നമ്മൾ പുറത്തുനിന്ന് ഒരു ക്രീമോ ഒന്നും നമ്മളെ മുഖത്തേക്ക് ഒക്കെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഇത്രയും വില കൊടുത്ത് നമുക്ക് അത് മേടിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്ത് നമുക്ക് ധൈര്യപൂർവ്വം നമുക്ക് തേച്ച് കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. ഇതാ നമ്മളിങ്ങനെ കുറച്ച് നേരം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ ഓക്കെ, വൈറ്റനിങ് ക്രീമിൻ്റെ കളർ കണ്ടു നിങ്ങൾ? ഇതന്നെയല്ലേ നമ്മൾ ചെപ്പിലാക്കിയിട്ട് മുഖത്ത് തേക്കണത്. അപ്പോൾ ഇത് നമുക്ക് ഡെയിലി മുഖത്ത് തേച്ചിട്ട് കിടക്കുക, നേരം വെളുക്കുമ്പോൾ കഴുകിക്കളയുക, അത്രയേ ഉള്ളൂ കേട്ടോ. നല്ല റിസൾട്ടാണ്. പിന്നെ ഈ അലർജി സ്കിന്നിന് അന്നൊരു കുട്ടി പറഞ്ഞായിരുന്നല്ലോ പൊട്ടറ്റോ തേച്ചിട്ട് സ്കിന്നിന് അലർജി വന്നു എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്രീമാണ്. നൈറ്റ് ക്രീമാണ് കേട്ടോ, പകലല്ല, നൈറ്റിൽ നമുക്ക് തേച്ച് കൊടുക്കേണ്ട ഒരു ക്രീമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പണി. എന്നിട്ട് പിന്നെ നമുക്ക് ചെറിയ ചെപ്പുകൾ മേടിക്കാൻ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഇങ്ങനത്തെ ചെപ്പുകൾ ഉണ്ടാവില്ലേ, ഇതിൽ ആക്കിയിട്ട് വെക്കുക. നമുക്ക് ഇത് ഒരാഴ്ചയ്ക്ക് ഉണ്ടാവും, ഒരാഴ്ച കൂടുതലുണ്ടാവും. അത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഒരാഴ്ചകൾ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ വൈറ്റമിൻ ഇയുടെ ഗുളിക നമുക്ക് തലയ്ക്ക് നല്ലതാണ്, മുഖത്തിന് നല്ലതാണ്. അപ്പോൾ ഈ 3 ഐറ്റംസും ഒരു കുറേ എന്താ പറയുക സെലിബ്രിറ്റീസൊക്കെ ചെയ്യണ ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഐറ്റംസാണ്. അവർക്ക് പല മേക്കപ്പുകൾ അവർ ഇടണതല്ലേ, അപ്പോൾ അതിലൊക്കെ അവർക്ക് മുഖത്തിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ കൂടുതൽ അവരെ ഫേസ് എന്താ പറയുക ഒന്ന് സൂക്ഷിച്ച് വെക്കണത് ഈ വക ഐറ്റംസോട് മാത്രമാണ് കേട്ടോ. അല്ലാതെ പാർലറിലേക്ക് ഡെയിലി അവർക്ക് പോകണ്ടെന്നല്ല, അത് അവരുടെ ഒരു ജോലിയുടെ ഭാഗമാണ്. പക്ഷേ സ്കിന്നെ അവർ പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പം നമുക്ക് അങ്ങനെ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ആദ്യം ഇത് വെച്ചിട്ട് റിമൂവ് ചെയ്തിട്ട് ഈ ബദാം ഓയിൽ വെച്ച് റിമൂവ് ചെയ്തിട്ട് ഇത് മുഖത്ത് പറ്റി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലതാണ്. ഇത് നമുക്ക് സാധാരണക്കാർക്ക് വളരെ
യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഈ ഒരു ക്രീം എന്ന് പറഞ്ഞാൽ അത് പൈസ കൊടുത്തൊന്നും മേടിക്കാനായിട്ട് ആരും മെനക്കെടാൻ നിൽക്കണ്ട. നമുക്കിതൊക്കെ വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പൈസ ഉള്ളവർ പുറത്ത് പോയിട്ട് പൈസ കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇല്ലാത്ത നമ്മുടെ സാധാരണക്കാർ എന്നെ പോലുള്ളവരൊക്കെ ഈ ഒരു കാര്യം നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രീം നമ്മുടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതാ ചെപ്പിലിട്ട് അടച്ചു വയ്ക്കേ വേണ്ടൂ. അപ്പോൾ ഇത് നമുക്ക് മുഖത്തിന് മാത്രമല്ല കയ്യുമ്മലും തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൻ്റെ ചുളിവുകളൊക്കെ മാറി കിട്ടും. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തൊരു കിടു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.